ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തേത് മൺചട്ടി സീസണിങ് ചെയ്യുന്ന മെത്തേഡാണ്. മൺചട്ടിയിൽ വിള്ളലൊന്നും തന്നെ വരാതെ വർഷങ്ങളോളം ഉപയോഗിക്കണമെങ്കിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 3 പുതിയ മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ചട്ടിയെ ഒന്ന് കൊട്ടി നോക്കണം. നല്ല മുഴക്കമുള്ളതാണെന്ന് ഉറപ്പ് വരുത്തണം, എങ്കിലത് നല്ല ചട്ടിയാണ്. പിന്നെ അതിൽ ചോർച്ചയുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായി കുറച്ച് വെള്ളം ഒഴിച്ച് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ അതിൽ ചോർച്ച ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ മൺചട്ടി ഞാൻ കടയിൽ വെച്ച് തന്നെ വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്തതാണ്. അതിലൊട്ടും തന്നെ ചോർച്ചയില്ല. അപ്പോൾ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങി വരുന്ന മൺചട്ടി ആദ്യം 1 ബക്കറ്റ് വെള്ളത്തിൽ മുക്കിയിടുക. അത് മുഴുവനും വെള്ളത്തിൽ അങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു എയർ ബബിൾസ് വരുന്നത് കാണാം. ചട്ടി കംപ്ലീറ്റ് ആയിട്ട് ആ മണ്ണിനെ വലിച്ചെടുക്കുകയാണ്. വെള്ളത്തെ വലിച്ചെടുക്കുകയാണ്. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും അത് വെള്ളത്തിൽ അങ്ങനെ കിടക്കണം. ഇപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ ചട്ടികളൊക്കെ നന്നായി തേച്ച് കഴുകണം. തേച്ച് കഴുകാനായി നമ്മൾ സോപ്പോ വേറെ ലിക്വിഡോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഗോതമ്പ് പൊടിയോ കടലമാവോ അല്ലെങ്കിൽ നമ്മുടെ ചാമ്പലില്ലേ, ചാരം, അതുവോ ഒന്നുമില്ലെങ്കിൽ ഉപ്പ്, പരലുപ്പിടാം. പരലുപ്പിട്ടെങ്കിലും നന്നായിട്ടൊന്ന് തേച്ച് കഴുകണം. സ്പോഞ്ച് കൊണ്ട്, അതായത് സ്ക്രബ്ബർ എന്നുള്ളത് മെറ്റൽ സ്ക്രബ്ബർ പാടില്ല. മെറ്റൽ സ്ക്രബ്ബർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് പോറലും അത് തുടർന്ന് വിള്ളലും വന്നേക്കാം. ഇങ്ങനെ വൃത്തിയാക്കിയ ചട്ടിയിൽ നിറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കണം. അത് ഒരു രാത്രി മുഴുവനും കഞ്ഞിവെള്ളം അതിലിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും കഞ്ഞിവെള്ളം നിറഞ്ഞിരിക്കണം. എൻ്റെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, അത് കാരണം ഞാൻ കുറച്ചുകൂടെയൊക്കെ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പം അങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് വച്ചതിന് ശേഷം വീണ്ടും ഗോതമ്പ് പൊടിയോ കടലമാവോ ഉപ്പോ ചാരമോ എന്തെങ്കിലും കൊണ്ട് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകണം. ഇങ്ങനെ തേച്ച് കഴുകിയ ചട്ടികളെല്ലാം വെയിലത്ത് വെച്ച് കുറച്ച് ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങിയതിന് ശേഷം, അതായത് വെയിലത്തിരുന്ന് ഉണങ്ങിയതിന് ശേഷം അതിൽ ഒരു തുള്ളി വെള്ളം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു ടവല് കൊണ്ടോ ഏതെങ്കിലും നോക്കാം ടിഷ്യൂ പേപ്പർ കൊണ്ടോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇപ്പോൾ ഈ മൺചട്ടികളിലെല്ലാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാ ഭാഗവും നന്നായിട്ട് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അകവും പുറവും ഒക്കെ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 5 to 10 മിനിറ്റ്സ് എങ്കിലും വെയിലത്ത് ഉണങ്ങാൻ വയ്ക്കണം. വെയിലത്ത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ മുട്ട സ്ക്രംബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഓംലെറ്റ് ഇടാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വീണ്ടും കുറച്ചുകൂടെ അത് നല്ല ഒരു സീസണിങ് ആയി കിട്ടും. പക്ഷേ ഞാൻ ഇന്നിവിടെ ചെയ്തത് ചെറിയ ഉള്ളിയാണ്. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് 3 എണ്ണത്തിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. പക്ഷേ എന്ത് ചെയ്യാം, വീഡിയോ റെക്കോർഡ് ഓപ്ഷൻ ഇടാതെയാണ് വീഡിയോ എടുത്തത്. സോ അത് റെക്കോർഡായിട്ടില്ല. ഓക്കെ, അത് കാരണം എനിക്കതിലിപ്പോൾ കാണിക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് പിന്നെ കുക്ക് ചെയ്യാം. പിന്നെ ഓരോ പ്രാവശ്യവും കറി വെച്ചതിന് ശേഷവും നമുക്ക് ചെറുതായിട്ട് ഇത്രത്തോളം എണ്ണ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തുള്ളി എണ്ണ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വീണ്ടും വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ അകത്ത് വയ്ക്കുകയാണെങ്കിൽ പൂപ്പലും പിടിക്കില്ല. എപ്പോൾ നോക്കിയാലും ആ ചട്ടി ഫ്രഷായിട്ടിരിക്കും. അതിലുണ്ടാക്കുന്ന കറികളും നല്ല ടേസ്റ്റി ആയിരിക്കും. ചില ചട്ടികൾ നമുക്കറിയാം ഒരു 10 ദിവസം എടുക്കാതിരിക്കുകയാണെങ്കിൽ അത് പൂത്തു പോകും. അപ്പോൾ അതങ്ങനെ പൂപ്പൽ പിടിക്കാതിരിക്കാനാണ് നമ്മൾ കഴുകിയതിന് ശേഷം, കറി വെച്ച് അത് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് അതിൽ എണ്ണ അപ്ലൈ ചെയ്ത് വീണ്ടും സൺലൈറ്റിൽ വെച്ച് ഉണക്കുക. അപ്പോൾ ഞാനിത് ഇതിൽ തന്നെ കുക്കിങ്ങൊക്കെ തുടങ്ങിയായി. എനിക്കിന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അത് കാരണം ഞാൻ കുറച്ച് ഫിഷൊക്കെ വാങ്ങി എല്ലാം ഇതിൽ തന്നെയാണ് ചെയ്തത്.
അപ്പോൾ ആവശ്യമുള്ള സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. ഇല്ല നമുക്കൊരു 10 ദിവസം വേണ്ട, അല്ലെങ്കിൽ വ്രതകാലങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എണ്ണ തടവി അങ്ങനെ എവിടെയെങ്കിലും ഭദ്രമായിട്ട് വയ്ക്കുക. ചട്ടി സൂപ്പറായിട്ടിരിക്കുക. അപ്പോൾ ഈ എൻ്റെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും, ഉപകാരപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമുക്കിതുപോലെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye for now.